നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയാണ്. പക്ഷേ ഇത് വെറും പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഡേറ്റയുടെ, അതായത് കണക്കുകളുടെ പിൻബലത്തിലാണ്. വാമനപുരത്തെ മണ്ണിന്റെ കഥയും അവിടുത്തെ വോട്ടർമാരുടെ ശബ്ദവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേരളത്തിലെ വാമനപുരത്തേക്കാണ്. ഇടനാടും മലയോര മേഖലകളുമൊക്കെ ചേർന്ന് കിടക്കുന്ന അതിന്റേതായ സവിശേഷതകളുള്ള ഒരു പ്രദേശം. നമുക്കിവിടേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ശരി, നമുക്ക് വാമനപുരത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് കടക്കാം. ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ദൈനംദിന കാര്യങ്ങൾ, അവർ ജീവിക്കാനായി ആശ്രയിക്കുന്ന മണ്ണ്, അവർ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ വിശകലനം. ആദ്യം നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കാം. ജനസംഖ്യയുടെ കണക്കെടുത്താൽ 70% ഹിന്ദുക്കളാണ്. ഏകദേശം 18% മുസ്ലിംകളും 12%-നടുത്ത് ക്രിസ്ത്യാനികളുമുണ്ട്. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാന്നിധ്യമാണ്. ഏകദേശം 12-3% വീതം. ഈയൊരു സാമൂഹിക ഘടനയാണ് വാമനപുരത്തിന്റെ ഒരടിസ്ഥാന സ്വഭാവം. അപ്പോ എന്തൊക്കെയാണ് ഇവിടത്തെ ആളുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? കുടിവെള്ളക്ഷാമമെന്ന് പറയുമ്പോൾ അത് വാമനപുരം പുഴ വറ്റുന്നതും കിണറുകൾ വരളുന്നതുമാണ്. വെഞ്ഞാറമൂട്ടിലെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് ഓരോ ദിവസവും ആളുകളുടെ വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇല്ലാതാക്കുന്നത്. പെരിങ്ങമലയിലെ ഒരു കർഷകനെ സംബന്ധിച്ച് അവന്റെ ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഒരു കാട്ടുപന്നിക്കൂട്ടം വന്ന് നശിപ്പിക്കുന്നു. മക്കളുടെ ഉപരിപഠനത്തിന് ഒരു ഗവൺമെന്റ് കോളേജ് പോലും ഇല്ലാത്ത അവസ്ഥ. ഇതെല്ലാമാണ് ഇവിടത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇനി നമുക്ക് ഈ അനുഭവങ്ങളിൽ നിന്ന് സംഖ്യകളിലേക്ക് വരാം. കാരണം ആളുകൾ അനുഭവിക്കുന്ന ഈ സമ്മർദ്ദങ്ങളെല്ലാം വെറും കഥകളല്ല, ഇതിന് പിന്നിൽ കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ നമുക്ക് ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട്. 5.9%. ഇതൊരു വെറും അക്കമല്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്കാണിത്. അതായത് ഓരോ വീട്ടിലെയും അടുക്കള ബഡ്ജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്ന്. ഭക്ഷണത്തിനും ഇന്ധനത്തിനും മറ്റു സാധനങ്ങൾക്കും വില കൂടുമ്പോൾ അത് സാധാരണക്കാരെ എത്രമാത്രം ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. 5 ലക്ഷം. 2020 ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട മടങ്ങിയെത്തിയ കേരളീയരുടെ എണ്ണമാണിത്. ഇവരിൽ പലരും വാമനപുരം പോലുള്ള മണ്ഡലങ്ങളിലുള്ളവരാണ്. ഓരോ പ്രവാസിയുടെ മടങ്ങിവരവും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയാണ് ഉലയ്ക്കുന്നത്. ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കണക്കുകൾ വളരെ വ്യക്തമാണ്. LDFിനിവിടെ വ്യക്തമായ ഒരു സ്വാധീനമുണ്ട്. 2016 ഏകദേശം 47% വോട്ട് വിഹിതം ഉണ്ടായിരുന്നത് 2021 ആയപ്പോഴേക്കും ഏകദേശം 50% ഉയർന്നു. ഇത് ഈ മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിത്തറയാണ്. അപ്പോ എന്തുകൊണ്ടാണ് വോട്ടർമാർ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമുക്കവരുടെ പരാതികളിലേക്കും പ്രതീക്ഷകളിലേക്കും കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ സൂക്ഷ്മമായൊന്ന് പരിശോധിക്കാം. ഈ പട്ടിക നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ആനാടും കല്ലറിയിലും കുടിവെള്ളമാണ് പ്രധാന പ്രശ്നമെങ്കിൽ പാങ്ങോടും പെരിഞ്ഞമലയിലും അത് വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അതായത് എല്ലാത്തിനും ഒരൊറ്റ പരിഹാരം എന്ന നയം ഇവിടെ പ്രായോഗികമല്ല. ഈ കണക്കുകൾക്ക് പിന്നിലെ മനുഷ്യരുടെ വേദന നമ്മൾ കാണണം. പെരിങ്ങമലയിലെ ഒരു കർഷകന്റെ ശബ്ദമാണിത്. 73 ലക്ഷം എന്നത് അവർക്ക് വെറുമൊരു സംഖ്യയല്ല, അതവരുടെ ജീവിതമാണ്, അവരുടെ അധ്വാനമാണ്. ഈ വിഷയത്തിൽ കർഷകർക്കിടയിലുള്ള ദേഷ്യവും നിസ്സഹായതയും വളരെ വലുതാണ്. അപ്പോൾ ജനങ്ങളുടെ ഈ അസംതൃപ്തിക്ക് പിന്നിലെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിനെ രണ്ടായി തിരിക്കാം. 1, വിലക്കയറ്റം, തൊഴിലില്ലായ്മ പോലുള്ള പെട്ടെന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ. 2, ചില സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും സർക്കാർ സംവിധാനങ്ങളോടുള്ള മനോഭാവവും പോലുള്ള ദീർഘകാല മാറ്റങ്ങൾ. ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് മാനിച്ചുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്ന ഒരു അടിസ്ഥാന മൂല്യമാണ്. ഈ പ്രശ്നങ്ങളൊന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അതുകൊണ്ട് നമുക്കീ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞുനോക്കാം. കഴിഞ്ഞ 45 വർഷമായി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ രൂപപ്പെടുത്തിയ പാറ്റേണുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ചരിത്രം നോക്കിയാൽ ഏകദേശം 45 വർഷമായി LDFന്റെ ഒരു കോട്ടയാണിത്. അവരുടെ സംഘടനാ ശക്തി വളരെ വലുതാണ്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം അതിന് തെളിവാണ്.
പക്ഷെ ചില സൂചനകൾ നമ്മൾ കാണാതിരിക്കരുത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ഈ മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ മാറ്റത്തിന്റെ സൂചനയാണ്. ശരി, ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് പരിഹാരമാണ്. ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഒരു ഭരണ മാതൃക ഉണ്ടാക്കിയെടുക്കാം? അതാണ് അടുത്ത ചോദ്യം. അപ്പോ ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു തന്ത്രം രൂപപ്പെടുത്താം? അതിനൊരു ചട്ടക്കൂട് ആവശ്യമാണ്. അതാണ് ചതുർമുഖം. വോട്ടർമാരുടെ പലതരം ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ശിവന്റെ രൗദ്രഭാവം, സാമ്പത്തിക സുരക്ഷ ഉറപ്പു നൽകാൻ വിഷ്ണുവിന്റെ സ്ഥിരത, പുതിയ വികസന കാഴ്ചപ്പാടുകൾക്കായി ബ്രഹ്മാവിന്റെ സൃഷ്ടി, പിന്നെ പെരിങ്ങമലയിലെ കർഷകരെ പോലുള്ള സാധാരണക്കാരെ സംരക്ഷിക്കാൻ ദുർഗയുടെ ശക്തി. ഈ തന്ത്രം നടപ്പിലാക്കാൻ 3 പ്രധാന പദ്ധതികൾ ആവശ്യമാണ്. ഇത് വെറും വാഗ്ദാനങ്ങളല്ല. ജനങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾക്ക് 3 കൃത്യമായ പരിഹാരങ്ങൾ. ജലക്ഷാമം പരിഹരിക്കാൻ ഒരു ചെക്ക് ഡാം, വെഞ്ഞാറമൂട്ടിലെ ഗതാഗതക്കുരുക്കിന് ഒരു ഫ്ലൈ ഓവർ, പിന്നെ ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഒരു സിവിൽ സ്റ്റേഷനും കോളേജും. എന്നാൽ പദ്ധതികൾ മാത്രം പോരാ. ഓരോ വിഭാഗത്തോടും അവരുടെ ഭാഷയിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് സംസാരിക്കണം. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരോട് തൊഴിലവസരങ്ങളെക്കുറിച്ച്, കർഷകരോട് വിളനാശത്തിനുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച്, സ്ത്രീകളോട് അവരുടെ സുരക്ഷയെയും ആരോഗ്യത്തെയും കുറിച്ച്. ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തിനാണ് യഥാർത്ഥത്തിൽ ഫലമുണ്ടാക്കാൻ കഴിയുക. അപ്പം നമ്മൾ കണ്ടതെന്താണ്? ഡാറ്റയിൽ നിന്ന് തുടങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ വിശ്വാസത്തിലേക്ക് എത്തുന്നൊരു യാത്ര. അതാണ് ഒരു പുതിയ തരം ജനകീയ നേതൃത്വത്തിന്റെ വഴി. ഈ വിശകലനത്തിന്റെ എല്ലാം കാതൽ പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന ആശയമാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ കിണറ്റിലെ വെള്ളവും നിങ്ങളുടെ വോട്ടും തമ്മിലുള്ള ബന്ധം. ഇത് പഠിക്കുമ്പോൾ വ്യക്തികളുടെ വിവരങ്ങൾ ഉപയോഗിക്കേണ്ടിവരും. അപ്പോൾ അവരുടെ സമ്മതവും സ്വകാര്യതയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമവും ഇതിനു വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. വെറും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് തലമുറകൾ നീണ്ടുനിൽക്കുന്ന വിശ്വാസം നേടാൻ ഭരണത്തെ നമുക്ക് പുനർരൂപകൽപ്പന ചെയ്യാൻ സാധിക്കുമോ? If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.